ടോണി ബോസ്, ഈ ജഗ്ഗി എന്ന് പറയുന്നത് ആരാ? അതെ, ജഗ്ഗി എന്റെ ചിറ്റപ്പന, റോൾ നമ്പർ 420. അദ്ദേഹം എന്നെക്കാളും വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹമാണ് തന്റെ മൂൺ സിറ്റിയിലെ സൂപ്പർ ഹീറോ. വായടച്ച് മിണ്ടാതിരിക്കെ, ദേ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ജഗ്ഗി ചിറ്റപ്പ, ഇവിടെ ജഗ്ഗി ചിറ്റപ്പ, ഞാൻ ഇവിടെയുണ്ട്. എടാ ടോണി, നിന്നെ കാണാൻ നല്ല സ്ട്രോങ് ആയതുപോലെ ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ ഡയറ്റ്സും എക്സസൈസും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതെ ജഗ്ഗി ചിറ്റപ്പ, ഫ്ലൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു? കലക്കിയല്ലോടാ. ആട്ടെ, ഒരു കാര്യം പറഞ്ഞേ, ആരാ ഈ കീക്കോ? കീക്കോയെ കുറിച്ച് എന്തിനാ ചോദിക്കുന്നത് ജഗ്ഗി ചിറ്റപ്പ? കാരണം അവനും ഈ ഫ്ലൈറ്റിലാണ് വന്നത്. എല്ലാവരും അവനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓ, ഇവനാണോ കീക്കോ? സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ ആണോ ഇവൻ? അത് വിട്ടേക്ക്, പിന്നെ സംസാരിക്കാം. നിനക്ക് കീക്കോന് ഇഷ്ടമല്ല അല്ലേ? ആട്ടെ, എന്താ കാരണം? അതെന്ത് പറയാനാ ചിറ്റപ്പ, സൺസിറ്റിയിലെ ജനങ്ങള് അവനെ സൂപ്പർ ഹീറോ ആയിട്ടാ കാണുന്നത്. ടോണി ബോസിന്റെ മനസ്സ് നിറയെ അസൂയയാണ്. സഹിക്കാൻ പറ്റുന്നില്ല കീക്കോയ്ക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റി. എന്നുവെച്ചാൽ കീക്കോ സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ ആകരുതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായും സംഭവിക്കും. എല്ലാം നടക്കും. ഞാനാണ് മൂൺ സിറ്റിയുടെ സൂപ്പർ ഹീറോ. സൂപ്പർ ജഗ്ഗി എന്ന് പറയുന്ന കളിതമാശയല്ല. ഈ സ്റ്റിക്ക് കണ്ടില്ലേ? ഇതൊരു സാധാരണ സ്റ്റിക്ക് അല്ല, ഇത് ഒരു പോഗോ സ്റ്റിക്ക് ആണ്. പോഗോ സ്റ്റിക്കോ? അതെ, പോഗോ സ്റ്റിക്ക്. അതും സൂപ്പർ പവറുള്ള പോഗോ സ്റ്റിക്ക്. എന്റെ കളി കണ്ട് നീ രസിച്ചോ? ഈ പോഗോ സ്റ്റിക്ക് ഉപയോഗിച്ച് കീക്കോയുടെതെല്ലാം ഞാൻ വെട്ടിപ്പിടിക്കും. ഇനി ഞാനായിരിക്കും സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ. ജനങ്ങൾ കീക്കോയെ തേടി പോവില്ല, എന്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കും. വാവ്, അങ്ങനെ മാത്രം സംഭവിച്ച ജഗ്ഗി ചിറ്റപ്പ എന്നാ വളരെ ജോളിയായിരിക്കും. കീക്കോ, ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അലേർട്ട്. R7ന്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ബൂട്ടാല ഇലക്ട്രോണിക്സിന്റെ അടുത്തുനിന്നാണ് വരുന്നത്. വരൂ ട്വിങ്കിൾ ഡോഡോ, എന്താ പ്രശ്നം നോക്കാം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ഗൂട്ടാല ഇലക്ട്രോണിക്സിന്റെ അടുത്തേക്ക് ചെല്ലേ. ഗൂട്ടാലോയിലും ഗുലുമാലൊപ്പിച്ചോ? എന്നാ പിന്നെ നമുക്ക് തുടങ്ങിക്കളയാം. ദേ, അവിടെ പോകുന്നതാണ് കീക്കോ. അതവന്റെ കാർ സൂപ്പർ സ്പീഡോ. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയ സൂപ്പർ ചാൻസ്. ഈ പോഗോ സ്റ്റിക്കിന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. വാവ്, ടോണി ബോസിന്റെ പ്ലാൻ ഇപ്പോ ചെക്ക്. ജഗ്ഗി ചിറ്റപ്പൻ കയ്യിലെടുത്തു പോഗോ സ്റ്റിക്ക്. ഇതൊരു സാധാരണ പോഗോ സ്റ്റിക്ക് അല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ട് രസിക്കേ. എല്ലാവരും എന്റെ പുറകെ വരൂ. എന്റെ അമ്മോ, പട്ടാപ്പകലിൽ നടു റോഡിൽ ഇതുപോലെ അഭ്യാസം കാണിക്കുന്നത് ആരാണെന്ന് അറിയില്ല. കലക്കി, ഇതൊക്കെ ചെയ്തത് ആരാ? വളരെ പുതുമയേറിയതാണല്ലോ. ഇങ്ങനെ പലരും പലപ്പോഴും പറയുന്നുണ്ടല്ലോ. ഡിറ്റക്റ്റീവ് സാർ എന്താ ചോദിക്കുന്നേന്ന് വെച്ചാലേ, നീ ആരാന്നാ ചോദിക്കുന്നേ? ദേ, ഇവരൊക്കെ ആരാ? ഞാനാണ് സൂപ്പർ ജഗ്ഗി, നിങ്ങളുടെ പുതിയ സൂപ്പർ ഹീറോ. ഈ രണ്ടുപേരും കള്ളന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ എടുത്തിട്ട് പന്താടിയത്. കിടക്കുന്നത് കണ്ടില്ലേ? ഏതൊരു ജോലിയും ശരിക്കുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കണം. വാവ്, എന്തൊരു അടിപൊളി പഞ്ച് ഡയലോഗാ സാർ പറഞ്ഞത്. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സാർ. സാർ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കള്ളന്മാരെ വളരെ ഈസി ആയിട്ട് പിടിച്ചിരിക്കുക. നല്ല കാര്യം ചെയ്തിരിക്കുക സൂപ്പർ ജഗ്ഗി.
ആ കാര്യത്തിൽ ഞാൻ ഫേമസ് ആണ്. എന്നാ പിന്നെ ശരി, നമുക്ക് പിന്നീട് കാണാം. ഒരു മിനിറ്റ് ജഗ്ഗി, നീ കള്ളന്മാരെ അടിക്കുന്നതിന് മുമ്പ് കീക്കോയ് സൂപ്പർ സ്പീഡേയും അവരെ അടിച്ചു കഴിഞ്ഞു. നിനക്ക് മനസ്സിലായോ? അതുകൊണ്ടെന്താ കള്ളന്മാരെ ഡിറ്റക്റ്റീവ് ജറ്റ്പറ്റിന് പിടിച്ചു കൊടുത്തത് എന്റെ ചിറ്റപ്പനല്ലേ? ഫൈറ്റ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതല്ല പ്രധാനം, പക്ഷേ ഫൈറ്റ് ആരാണ് ഫിനിഷ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഫ്രീ ചിയേഴ്സ് ഫോർ സൂപ്പർ ജഗ്ഗി. ഹിപ് 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 ഹിപ്. കീക്കോ, നീ എന്തിനാ ജഗ്ഗി ചിത്തപ്പന് വേണ്ടി ഒരേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ആ ക്രിമിനൽസിനെ ആദ്യം അറ്റാക്ക് ചെയ്തത് നീ തന്നെയാണ്. എന്നാലും ക്രിമിനൽസിനെ ആരാണോ പിടികൂടുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ക്രിമിനലിനെ പിടിച്ച് പന്താടണം, അതാണ് ഇവിടെ പ്രധാനം. ഇതിൽ ജഗ്ഗി ചിറ്റപ്പൻ നമ്മളെ സഹായിച്ചിരിക്കുക. ജഗ്ഗി ചിറ്റപ്പ, ഇതാ കണ്ടില്ലേ, നിങ്ങളെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. എനിക്കറിയാം, കാരണം ഞാൻ തന്നെയാണ് ന്യൂസ് പേപ്പറിൽ എന്റെ ഫോട്ടോയും കൊടുത്ത് കാശും കൊടുത്ത് ഇടാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടിയുള്ള പബ്ലിസിറ്റി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സ്വയം ഹീറോയായി മാറുകയാണ്. അത് കൊള്ളാം. നിങ്ങളിപ്പോ എന്തായി ചെയ്യുന്നേ? സ്കൂൾ ബസിന്റെ ബ്രേക്ക് ഊരി മാറ്റുകയാണ്. എന്താ അതെന്തിനാ ചെയ്യുന്നേ? അതായത് സ്കൂൾ ബസിന്റെ ബ്രേക്ക് വർക്കായിട്ടില്ലെങ്കിൽ കുട്ടികളൊക്കെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ കീക്കോ വന്നവരെ രക്ഷിക്കും. പക്ഷേ അവസാന നിമിഷം ആ ക്രെഡിറ്റ് ഞാൻ അടിച്ചു മാറ്റും. ആ കുട്ടികളെ ഞാൻ രക്ഷിച്ചതുപോലെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യും. വൗ, എന്താ അടിപൊളിയായ ഐഡിയ. അതായത് പ്രോബ്ലം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും, അവസാനം അത് സോൾവ് ചെയ്ത ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും. നീ പറഞ്ഞത് ശരിയാണ്. Yeah. ജഗ്ഗി ചിത്തപ്പന്റെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ആയി വന്നത് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ റോങ്. റോങ്ങിനേക്കാളും വളരെ വലിയ റോങ് ആണിത്. സൂപ്പർ റോങ്. ന്യൂസ് പേപ്പറിൽ കീക്കോയുടെ ഫോട്ടോയാണ് വരേണ്ടത്. കള്ളന്മാരെ പിടിച്ചത് കീക്കോ, പക്ഷെ ആ ക്രെഡിറ്റ് ജഗ്ഗി ചിറ്റപ്പനെ അടിച്ചു മാറ്റി. ഇറ്റ്സ് ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോ സ്വാഭാവികമാണ്. ഇത് ചെറിയ കാര്യമല്ലെന്നാ തോന്നുന്നേ. വലിയൊരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 44 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ സ്കൂൾ ബസിനെ രക്ഷിക്കുക. All right, dude. Activate Formula 44. Come on, buddy. വലിച്ചു പിടിക്ക്. ഫുൾ പവറോട് കൂടി വലിക്ക്. സ്കൂൾ ബസിന് ഒരു അപകടവും ഉണ്ടാവില്ല. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ സ്പീഡോ നീയാണ് ടെറിഫിക്. യാ, അങ്ങനെ ടെൻഷൻ അവസാനിച്ചു. ഞാൻ അല്പം കഴിക്കട്ടെ. ജഗ്ഗി ചിറ്റപ്പനോ, ഇയാൾ പിന്നെ എന്തിനാ വന്നത്? കുട്ടികളെ പേടിക്കണ്ട, നിങ്ങളെ രക്ഷിക്കാൻ ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ ജഗ്ഗി ചിറ്റപ്പൻ എത്തിക്കഴിഞ്ഞു. ജഗ്ഗി ചിറ്റപ്പൻ നമ്മൾ രക്ഷിച്ചിരിക്കുന്നേ.
താങ്ക് യു ജഗ്ഗി ചിറ്റപ്പ. ജഗ്ഗി ചിറ്റപ്പ ഇതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ നീ ശരിക്കും ഒരു ചീറ്ററാണ്. നിനക്കൊരു കാര്യം അറിയോ? ഇതുപോലെയുള്ള ചീറ്റിംഗ് ചെയ്തിട്ടാണ് ഞാൻ മൂൺ സിറ്റിയിലെ സൂപ്പർ ഹീറോയായി മാറിയത്. ഇനി ഈ സൺ സിറ്റിയിലെ സൂപ്പർ ഹീറോയും ഞാൻ തന്നെയായിരിക്കും. കീക്കോ, ഇനി നിനക്ക് റിട്ടയർമെന്റിനുള്ള സമയമായിരിക്കുന്നു. എന്താ പറഞ്ഞത്? വിട്ടുകളാ ട്വിങ്കിൾ ഡോഡോ. ഏതായാലും അവര് രക്ഷപ്പെട്ടല്ലോ, നമുക്ക് അതല്ലേ വേണ്ടത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൺ സിറ്റി വാസികളെ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം കുട്ടികളെ, ഇന്ന് നമ്മൾ ഇവിടെ ടോണിയുടെ ജഗ്ഗി ചിറ്റപ്പനെ അഭിനന്ദിക്കുവാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ സൺ സിറ്റിയിൽ എത്തിയ ഉടൻ കള്ളന്മാരെ പിടിക്കുകയായിരുന്നു. മാത്രമല്ല സ്കൂൾ ബസ്സിനെയും നദിയിൽ വീഴാതെ രക്ഷിച്ചിരിക്കുന്നു. ആ ടംബു അണ്ണ, എവിടെയാണുള്ളത് ആ കപ്പ്? കാര്യം എന്താണെന്ന് അറിയോ? ഇത്രയും വലിയ ട്രോഫി പുറത്തെടുക്കുന്നതാണ് കഷ്ടം. അതുകൊണ്ട് ഞാനിത് എന്റെ ടെമ്പോയിൽ കയറ്റി കൊണ്ടുവന്നിരിക്കാം. ഓ നോ! എന്ത് പറ്റി കീക്കോ? ജഗ്ഗി ചിറ്റപ്പൻ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. വാ പോവാം. നിൽക്കൂ മേയർ അങ്കിൾ. ഈ ജഗ്ഗി ചിറ്റപ്പൻ ചീറ്റിംഗ് ചെയ്തിരിക്കുക. സ്കൂൾ ബസിന്റെ ബ്രേക്ക് ഫെയിൽ ആയില്ലേ, അത് ചെയ്തത് ഈ ജഗ്ഗി ചിറ്റപ്പനാണ്. ഞാൻ ആ സ്കൂൾ ബസിനെ ടെക്നിക്കലി അനലൈസ് ചെയ്തു. ജഗ്ഗി ചിറ്റപ്പ, അവസാനം നീ എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞല്ലോ. കീക്കോ പറഞ്ഞത് കള്ളമാണ്. സൂക്ഷിക്കണം. കീക്കോയെ കുറിച്ച് കള്ളം പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. കാരണം കീക്കോ കള്ളം പറയില്ല. പക്ഷെ ഇന്നവൻ പറഞ്ഞത് കള്ളമാണ്. കാരണം ഞാൻ അവനേക്കാളും ഫാസ്റ്റും പവർഫുള്ളുമാണ്. അവൻ എന്നോട് അസൂയാണ്. കീക്കോ നിന്നെക്കാളും പല മടങ്ങ് ബെറ്റർ ആണ്. എങ്കിൽ ചാലഞ്ചിന് റെഡിയാണോ? ഒരു പക്ഷേ കീക്കോ വിജയിച്ചാൽ ഞാൻ ചെയ്ത തെറ്റ് സമ്മതിക്കാം. മാത്രമല്ല ഈ കപ്പും ഞാൻ കൊടുത്തേക്കാം. പക്ഷെ കീക്കോ തോറ്റാൽ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അവൻ പറഞ്ഞത് കള്ളമാണ്, എന്നോട് അസൂയായിരുന്നെന്ന്. മാത്രമല്ല ആ കപ്പും അവൻ എനിക്ക് തരണം. റോങ്ങിനെ റോങ് എന്ന് തെളിയിക്കാനായി കീക്കോ ഏതൊരു ചാലഞ്ചും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ചാലഞ്ച് അക്സെപ്റ്റഡ്. എന്നാൽ ഓക്കെ, നീ അത് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാവും. ജഗ്ഗി ചിറ്റപ്പൻ ഹീറോ അല്ല, സീറോ ആണെന്ന് മനസ്സിലാകും. പക്ഷേ ചാലഞ്ചിൽ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ആ കിട്ടിപ്പോയി. ഓർമ്മയുണ്ട്. എന്താ കാര്യം ടെമ്പോ അണ്ണ? കഴിഞ്ഞ വർഷം ഞാൻ കോളനിയിലെ പിള്ളേരുമായി ചേർന്ന് ഫുട്ബോൾ കളിച്ചു. ഞാൻ ഫുട്ബോളിൽ ചാമ്പ്യനാണ്. ഏതോ ഒരു ആവേശത്തിൽ ഞാൻ നല്ലൊരു കിക്ക് കൊടുത്തു. ഒരു സൂപ്പർ ഡൂപ്പർ കിക്ക്. അതിഭയങ്കരമായ കിക്കായിരുന്നു അത്. അപ്പൊ ബോൾ നേരെ പോയി സിൽവർ മൗണ്ടന്റെ മുകളിൽ പോയി വീണു. ഒരുപാട് ദൂരെ മലപ്രദേശത്തിന്റെ അടുത്തുള്ള മരത്തിൽ ചുവന്ന നിറത്തിൽ ഒരു ഫുട്ബോൾ കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, അപ്പൊ നിങ്ങൾ എന്റെ ബോള് കണ്ടെത്തിയോ? ആ ബോള് വളരെ കോസ്റ്റ്ലി ആണ്. ഫുട്ബോളിന്റെ സൂപ്പർ സ്റ്റാർ, സൂപ്പർ പ്ലെയർ ഡൊണാൾഡിന്റെ സൈൻ ആ ബോളിലുണ്ട്. എന്നാൽ ഓക്കെ, ചാലഞ്ച് അക്സെപ്റ്റഡ്. കീക്കോയും ജഗ്ഗിയും രണ്ടുപേരും ചേർന്ന ബോൾ എടുക്കാൻ പോവുകയാണ്. അതിന് സിൽവർ മൗണ്ടനിലേക്ക് പോകണം. ആരാണോ ആദ്യം ആ ബോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അവരായിരിക്കും വിന്നർ. പിന്നെ ഈ കപ്പ് അവർക്ക് സ്വന്തമാക്കാം. പിന്നെ ഈ റേസിൽ ആരും തന്നെ അവരുടെ സ്വന്തം പവർ യൂസ് ചെയ്യാൻ പാടില്ല. സമ്മതമാണ്. അയ്യോ, ഇന്നത്തെ ദിവസം പെട്ടെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിരിക്കുകയാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ജയിക്കാം. പക്ഷെ മറക്കാതെ എന്റെ ഫുട്ബോളിങ് എടുത്തോണ്ട് വരണേ. ഓക്കെ, 3, 2, 1 ഗോ. Come on, buddy. Time to go.
ആരും എന്നെ ഇപ്പോൾ കാണുന്നില്ല. ഇനി ഞാൻ ചീറ്റിംഗ് ചെയ്യേണ്ട സമയമാണ്. എന്റെ പോഗോ സ്റ്റിക്കിന്റെ സ്പെഷ്യൽ പവറായ ജെറ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. കീക്കോ, അവൻ ചീറ്റിംഗ് ചെയ്യുകയാണ്. ഇതാണ് പോഗോ സ്റ്റിക്കിന്റെ സൂപ്പർ പവർ. സൂപ്പർ സ്പീഡോ റോഡിൽ കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഷോർട്ട് കട്ടിൽ മല കയറി അങ്ങ് പോകും. ജഗ്ഗു ചിറ്റപ്പൻ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റേസ് റൂൾസിന് എതിരായ കാര്യമാണ്. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ നീയും നിന്റെ സൂപ്പർ പവർ യൂസ് ചെയ്തോളൂ കീക്കോ. നമ്മളും അവനെ പോലെ ചീറ്റിംഗ് ചെയ്താൽ പിന്നെ നമുക്കും അവനും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സൂപ്പർ പവേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് അവനെ തോൽപ്പിക്കണം. കമോൺ സൂപ്പർ സ്പീഡോ, ഫുൾ സ്പീഡിൽ പൊയ്ക്കോ. അവൻ ആദ്യം മലമുകളിൽ എത്തുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. ബോൾ കൊണ്ടുപോയി ആ മരത്തിന് മുകളിൽ വെച്ചിരിക്കുകയാണ്. ഈ റേസിൽ ഞാൻ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് കീക്കോ. കീക്കോ ഇല്ല. ഇതിവിടെ അവസാനിച്ചു ജഗ്ഗി ചാച്ചു. ഫുട്ബോൾ ഇപ്പം എന്റെ കയ്യിലാണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ. ഞങ്ങളുടെ കീക്കോ തന്നെയാണ് സൂപ്പർ ഹീറോ. ജഗ്ഗി ചിറ്റപ്പൻ സൂപ്പർ സീറോയാണ്. ഇല്ല, ഏതൊരു കൊച്ചു ചെറുക്കനും എന്നെ തോൽപ്പിക്കാനാവില്ല. ഇപ്പൊ തന്നെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. ടോട്ടൽ സൺസിറ്റിയും എന്റെ പവർ എന്താണെന്ന് കാണാൻ പോവുകയാണ്. സൺസിറ്റി ജനങ്ങളെ, ദാ വരുന്നു ജഗ്ഗി. ടെമ്പോണ്ണ, ദാ പിടിച്ചോളൂ ഫുട്ബോൾ. അയ്യോ അയ്യോ, ശരിക്കും കോസ്റ്റ്ലി ആയ ഫുട്ബോൾ നീ എനിക്ക് വീണ്ടും കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ശരിക്കും നീയാണ് എന്റെ സൂപ്പർ ഹീറോ, ദ റിയൽ ഹീറോ. സോ ഒരു വലിയ ചാലഞ്ചിന് ശേഷം ഒരു കാര്യം ഇവിടെ പ്രൂവ് ആയിരിക്കുകയാണ്. ജഗ്ഗി ചിറ്റപ്പൻ സീറോയാണെന്നും പിന്നെ കീക്കോ തന്നെയാണ് സൺസിറ്റിയുടെ ഹീറോ എന്നും. കലക്കി വരൂ കീക്കോ, വന്ന് നിന്റെ ആ ട്രോഫി കയ്യിലെടുത്തോളൂ. എന്താ പെട്ടെന്നൊരു ശബ്ദം? ആരോ ഒരുത്തൻ ഇങ്ങോട്ട് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ജഗ്ഗി ചിറ്റപ്പനോ? കേട്ടോളൂ സൺസിറ്റി ജനങ്ങളെ, കീക്കോയെ നിങ്ങൾ സൂപ്പർ ഹീറോ ആക്കി കളഞ്ഞു അല്ലേ? ഇപ്പൊ എന്റെ അറ്റാക്കിൽ നിന്നും കീക്കോ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്ന് കാണാം. ഈ ജഗ്ഗി ചിറ്റപ്പൻ ഒരു സീറോയല്ല, ഒരു വില്ലനാണെന്ന് മനസ്സിലായി. എന്നെ രക്ഷിക്കണേ. ട്വിങ്കിൾ, ഡോഡോ, ടെമ്പോണ്ണ, മേരങ്കിളിനെ ഏതെങ്കിലും ഒരു സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാനും സൂപ്പർ സ്പീഡോയും ചേർന്ന് ജഗ്ഗു ചിറ്റപ്പനെ തടഞ്ഞു നിർത്താം. കമോൺ ബഡി, ക്വിക്ക്. അവനെ തടഞ്ഞു നിർത്താൻ നമ്മൾ ഫോർമുല നമ്പർ 18 അപ്ലൈ ചെയ്തേ പറ്റൂ. ഉറപ്പ്. ഓൾറൈറ്റ് കീക്കോ, അപ്ലൈയിങ് ഫോർമുല 18. കീക്കോ, നീ ഒരു സൂപ്പർ ഹീറോയാണെങ്കിൽ നിന്റെ വണ്ടിയിൽ നിന്നിറങ്ങി തനിച്ചെന്റെ കൂടെ ഏറ്റുമുട്ടാൻ നോക്കൂ. ഓക്കെ ജഗ്ഗി ചിറ്റപ്പ, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ റെഡി. ഇപ്പൊ ഞാൻ തനിച്ചാണ്.
തെറ്റുകുറ്റങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ലാതാവുമ്പോ അത് തടഞ്ഞു നിർത്തേണ്ടത് സൂപ്പർ ഹീറോയുടെ കടമയാണ്. കീക്കോ അങ്ങനെ അവസാനം കപ്പ് കീക്കോയിന് തന്നെ കിട്ടി. അവന് മാത്രം കിട്ടേണ്ടതാണിത്. ഈ സൺസിറ്റിയുടെ സൂപ്പർ ഹീറോ ട്രോഫി വാങ്ങിച്ചോളൂ. തിന്മകൾ എപ്പോഴും തോറ്റുപോകും, എന്നാൽ നന്മ എപ്പോഴും വിജയിക്കും.